ഹായ്, ഇതാണ് നമ്മുടെ കൂത്തുപറമ്പുകാരുടെ സ്വന്തം അല ബേക്സ് ആൻഡ് റെസ്റ്റോറൻറ്റ്. അപ്പം കൂത്തുപറമ്പിൽ ഈ അല ബേക്സ് ആൻഡ് റെസ്റ്റോറൻറ്റ് അറിയാതെ ആരും തന്നെ ഉണ്ടാവില്ല. അപ്പോൾ ഇവരിപ്പോൾ പുതിയതായിട്ട് നമുക്കൊരു ചട്ടിച്ചോറും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇന്ന് നമുക്ക് അല ബേക്സ് ആൻഡ് റെസ്റ്റോറൻറ്റിൻ്റെ വിശേഷങ്ങളെ കാണാം. ഇവിടെ നമുക്ക് നല്ല ഫിഷ് ഫ്രൈ മീൽസും താലി മീൽസും ബിരിയാണി കാര്യങ്ങളൊക്കെ തന്നെ അവൈലബിൾ ആണ്. അപ്പം കൂത്തുപറമ്പ് വരുന്നവർക്ക് നല്ല റെസ്റ്റോറൻറ്റ് അന്വേഷിക്കുന്ന ആൾക്കാർക്ക് മസ്റ്റായി ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റെസ്റ്റോറൻറ്റ് തന്നെയാണ് നമ്മുടെ ഈ അല ബേക്സ് ആൻഡ് റെസ്റ്റോറൻറ്റ്. അപ്പം അവിടുത്തെ ഫിഷ് ഫ്രൈ മീൽസാണ് ഞാൻ നിങ്ങൾ ട്രൈ ചെയ്തത്. അവിടെ ഇപ്പോൾ നമുക്ക് പുതിയതായിട്ട് ചട്ടിച്ചോറ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇവരുടെ ഒരു ഫിഷ് ഫ്രൈ മീൽസ്. ഇവിടുത്തെ കറികളുടെ എണ്ണം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഞെട്ടിച്ച് കളയും. ഓൾമോസ്റ്റ് 13 ഐറ്റംസ് നമുക്കിവിടെ അവൈലബിൾ ആണ്. അപ്പം നിങ്ങൾക്കിത് കണ്ടാൽ മനസ്സിലാവും. ഇത്രയും കറികൾ കൂട്ടി ഒരു സദ്യ തിന്നാനൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് എന്തായാലും മസ്റ്റായിട്ട് വന്ന് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഹോട്ടൽ തന്നെയാണിത്. അതിൽ നമുക്ക് പൊന്നി റൈസും കുറുവ റൈസും ഒക്കെ അവൈലബിൾ ആണ്. നിങ്ങൾ പായസം എല്ലാ ഐറ്റംസും കൂട്ടിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 15 തരം വിഭവങ്ങൾ നമുക്കിവിടെ അവൈലബിൾ ഉണ്ടാവും. താലി മീൽസാണ് ഇവിടുത്തെ ഫിഷ് ഫ്രൈ താലി മീൽസ്. അതുപോലെ നമുക്ക് ഫിഷ് ഫ്രൈ ഐറ്റംസ് നമുക്ക് സെപ്പറേറ്റും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നല്ല ബിരിയാണിയും നമുക്കിവിടെ കിട്ടുന്നതാണ്. അപ്പം കൂത്തുപറമ്പ് നല്ല ഫിഷ് ഫ്രൈ മീൽസ് നോക്കുന്ന ആൾക്കാർക്ക്, ഒരു സദ്യ ടൈപ്പ് മീൽസ് നോക്കുന്ന ആൾക്കാർക്ക്, താലി മീൽസ് നോക്കുന്ന ആൾക്കാർക്ക് മസ്റ്റായിട്ട് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഹോട്ടലാണ് നമ്മുടെ അല ബേക്സ് ആൻഡ് റെസ്റ്റോറൻറ്റ്. അതുപോലെ നമുക്കിവിടെ ചട്ടിച്ചോറും ഇപ്പോൾ ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൂത്തുപറമ്പ് വരുന്നവർക്ക് അല്ലെങ്കിൽ കൂത്തുപറമ്പ് നല്ലൊരു മീൽസ് പ്രിഫർ ചെയ്യുന്ന ആൾക്കാർക്ക് എന്തായാലും നമ്മുടെ ഈ ഒരു ഹോട്ടൽ പ്രിഫർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കൂത്തുപറമ്പ് ഹോസ്പിറ്റലിനടുത്താണ് വരുന്നത്. അപ്പം എന്തായാലും മസ്റ്റായി ട്രൈ ചെയ്യാം. താങ്ക് യു.